കിഡ്നിയുടെ ചെറിയ ധമനികളിൽ പ്ലേറ്റ്ലെറ്റ് വന്ന് കട്ട പിടിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ RBCs, രക്തത്തിലുള്ള RBCസും ലൈസ്ഡ് ആയി പോകുന്ന അല്ലെങ്കിൽ നശിഞ്ഞു പോകുന്ന ഒരു കണ്ടീഷനെയും അത് കിഡ്നിയിലേക്കുള്ള രക്തോട്ടം കുറയ്ക്കുകയും അങ്ങനെ വരുന്ന ഒരു കോംപ്ലിക്കേഷനാണ്. ഇതേ ഇൻഫെക്ഷൻ തന്നെ ചെറിയ കുട്ടികളിൽ വരുവാണെങ്കിൽ അത് എക്കിരി സിൻഡ്രോം എന്ന് പറയുന്ന ശക്തമായിട്ടുള്ള അപസ്മാരവും കോമയിൽ വരെ കുട്ടികളെ എത്തിക്കാവുന്ന രീതിയിലുള്ള ഒരു കോംപ്ലിക്കേഷനായി മാറാം. നമസ്കാരം, ഞാൻ ഡോക്ടർ അനൂപ് മേനൻ, അമൃത ഹോസ്പിറ്റൽസിൽ ഇന്റേണൽ മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഷിഗല്ല എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ ആണ്. അത് ഷിഗല്ലോസിസ് അല്ലെങ്കിൽ ഷിഗല്ല ഡിസെൻട്രിയെ എന്ന് പറയുന്ന ഒരു തരം വയറിളക്കവും പനിയും കോസ് ചെയ്യുന്ന ഒരു ഇൻഫെക്ഷനാണ്. ഷിഗല്ലയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് 3 സ്പീഷീസ് ആണുള്ളത്. ഷിഗല്ല ഫ്ലെക്സിനേറി, ഷിഗല്ല ഡിസെൻട്രി ആൻഡ് ഷിഗല്ല സോണി. അതിൽ ഷിഗല്ല ഫ്ലെക്സിനേറിയും ഷിഗല്ല ഡിസെൻട്രിയും സാധാരണഗതിയിൽ നമ്മൾ ഡിസെൻട്രി എന്ന് പറയുന്നത്, ദാറ്റ് ഇസ് മലത്തിൽ രക്തവും കഫവും ഉണ്ടാവുന്ന തരത്തിലുള്ള ഒരു വയറിളക്കമാണ് ഉണ്ടാക്കുക. ഷിഗല്ല സോണി യൂഷ്വലി ഒരു മൈൽഡർ ഡിസീസാണ്. അതൊരു വാട്ടറി ഡയറിയ മാത്രമായിട്ട് പെട്ടെന്ന് സെൽഫ് ലിമിറ്റിംഗ് ആയിട്ട് മാറുന്ന ഒരു അസുഖമാണ് സാധാരണഗതിയിൽ. ഇനി നമുക്ക് ഷിഗല്ല അണുവിനെ പറ്റി ചില കാര്യങ്ങൾ, അതെന്തുകൊണ്ട് ഇത്ര സിവിയർ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ആദ്യമേ തന്നെ ഇതിൻ്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡിനെ പറ്റി പറഞ്ഞോട്ടെ. ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു അണു നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞിട്ട് എത്ര സമയം കൊണ്ട് അത് ത്രഷോൾഡ് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഒരു അസുഖം ഉണ്ടാക്കുന്ന ഒരു കോൺസെൻട്രേഷനിലേക്ക് റൈസ് ചെയ്യും എന്നുള്ള ഒരു കണക്കാണ്. അപ്പോൾ ഷിഗല്ലയ്ക്ക് 2 ദിവസമാണ് അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ്. അപ്പോൾ അത് ശരീരത്തിൽ കടന്നു കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് വളരെ സിവിയർ ആയിട്ട് നമ്മുടെ ശരീരത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കാനും ടോക്സിൻസ് റിലീസ് ചെയ്യാനും അതിൻ്റേതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് കോസ് ചെയ്യാനും പറയും. പിന്നെ നമ്മൾ അറിയേണ്ടത് ഷിഗല്ല ഡയറിയ അല്ലെങ്കിൽ ഷിഗല്ല ഡിസെൻട്രി വരുമ്പോൾ എത്ര അളവ് വെള്ളം നമ്മുടെ ശരീരത്തിൽ 30 ml/kg ആണ് കണക്ക്. ഒരു അഡൾട്ട് മെയിലിൽ നമ്മൾ ഒരു 60 കിലോ എടുക്കുകയാണെങ്കിൽ ഒരു 1.8 ലിറ്ററോളം ഫ്ലൂയിഡ് ഡെഫിസിറ്റ് വരും. ഈ ഫ്ലൂയിഡ് ഡെഫിസിറ്റിൻ്റെ കൂടെ നമുക്ക് വരുന്നൊരു കാര്യം സോഡിയവും പൊട്ടാഷ്യത്തിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. ഇതെല്ലാം പേഷ്യൻറ്റിനെ ഭയങ്കരമായിട്ട് ക്ഷീണത്തിലേക്ക് നയിക്കും. അപ്പോൾ ഒരു മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി നമ്മൾ IV ഫ്ലൂയിഡ്സ് വഴിയും ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ റീപ്ലേസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആൾ ഭയങ്കരമായിട്ട് സിക്കാവും. മെഡിക്കൽ ടേംസിൽ ഡിസെൻട്രീനെ നമ്മൾ ലാർജ് ബവൽ ഡയറിയ എന്നും ഡയറിയനെ നമ്മൾ സ്മോൾ ബവൽ ഡയറിയ എന്നും വിളിക്കും. മലത്തിൻ്റെ അകത്ത് രക്തവും കഫവും കാണുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ ലാർജ് ബവൽ ഡയറിയ അല്ലെങ്കിൽ ഡിസെൻട്രി. സാധാരണഗതിയിൽ ഷിഗല്ല ഒരു ഡിസെൻട്രി ആണ് കോസ് ചെയ്യുന്നത്. ഡയറിയ അല്ലെങ്കിൽ സ്മോൾ ബവൽ ഡയറിയ എന്ന് പറഞ്ഞാൽ വെള്ളം മാത്രം, ലൂസ് ടൂൾസ് മാത്രമായിട്ടുള്ള ഒരു പ്രസൻറ്റേഷനാണ് ഡയറിയ എന്ന് വിളിക്കുന്നത്. അതിനെ 2ആയിട്ട് തരംതിരിക്കാം. ഇൻറ്റസ്റ്റൈനൽ കോംപ്ലിക്കേഷൻസും എക്സ്ട്രാ ഇൻറ്റസ്റ്റൈനൽ കോംപ്ലിക്കേഷൻസ്. കുടലിൻ്റെ അകത്തുണ്ടാവുന്ന കോംപ്ലിക്കേഷൻസിനെയാണ് നമ്മൾ ഇൻറ്റസ്റ്റൈനൽ കോംപ്ലിക്കേഷൻസ് എന്ന് വിളിക്കുന്നു. കുടലിൻ്റെ പുറത്ത് ഉണ്ടാവാവുന്ന സിസ്റ്റമിക് കോംപ്ലിക്കേഷൻസ് എന്ന് വിളിക്കുന്നു. ഇൻറ്റസ്റ്റൈനൽ കോംപ്ലിക്കേഷൻസ് കുടലിൽ തടസ്സം ഉണ്ടാക്കുക. ചില ആൾക്കാരിൽ മാത്രമേ അത് ഉണ്ടാവുള്ളൂ. എന്നാലും ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ, കുടലിൽ തടസ്സം ഉണ്ടാവുക. ടോക്സിക് മെഗാകോളൻ, ഇതിൻ്റെ ടോക്സിൻസ് റിലീസും ബാക്ടീരിയമയും കാരണം കുടലിൽ വരുന്ന ശക്തമായ വീക്കത്തിനെയാണ് നമ്മൾ ടോക്സിക് മെഗാകോളൻ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് നമുക്ക് എക്സ്ട്രാ ഇൻറ്റസ്റ്റൈനൽ കോംപ്ലിക്കേഷൻസിനൊന്ന് നോക്കാം. ഈ അണുബാധ വളരെ കൂടിയ ആൾക്കാരിൽ കാണുന്നതാണ് കോംപ്ലിക്കേഷൻസ് ഓഫ് ബാക്ടീരിയമ. വളരെ ശക്തമായിട്ടുള്ള പനി, 39.5 ഡിഗ്രി സെൽഷ്യസിൻ്റെ മുകളിലുള്ള പനി, ശക്തമായിട്ടുള്ള വയറുവേദന, വളരെ സിവിയർ ആയിട്ട് വരുന്ന ലൂസ് ടൂൾസ് വിത്ത് ബ്ലഡ് ആൻഡ് ദാറ്റ് ഇസ് രക്തവും കഫവും മലത്തിലുള്ള തരത്തിലുള്ള ഒരു പ്രസൻറ്റേഷൻ. ഇങ്ങനെയുള്ള ആൾക്കാരിൽ സാധാരണ 30 ml/kg, ദാറ്റ് ഇസ് ഒരു 1.8 ലിറ്റേഴ്സ് അല്ലെങ്കിൽ 1.8 ലിറ്ററിൻ്റെ അത്രയും വെള്ളം, ജലാംശം നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകും. പിന്നെ കാണുന്ന മൂന്നാമത്തെ ഒരു കോംപ്ലിക്കേഷനാണ്, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഷിഗല്ല സോണി സാധാരണഗതിയിൽ ഒരു മൈൽഡ് വാട്ടറി ഡയറിയ സെൽഫ് ലിമിറ്റിംഗ് ആയിരിക്കും. പക്ഷേ ഇതേ ഇൻഫെക്ഷൻ തന്നെ ചെറിയ കുട്ടികളിൽ വരുവാണെങ്കിൽ അത് എക്കിരി സിൻഡ്രോം എന്ന് പറയുന്ന ശക്തമായിട്ടുള്ള അപസ്മാരവും കോമയിൽ വരെ കുട്ടികളെ എത്തിക്കാവുന്ന രീതിയിലുള്ള ഒരു കോംപ്ലിക്കേഷനായി മാറാം. അത് കോസ് ചെയ്യുന്നത് ഷിഗല്ല സോണി എന്ന് പറയുന്നതാണ്. മൂന്നാമത് കാണുന്ന ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് കോംപ്ലിക്കേഷനാണ് ഹീമോലൈറ്റിക് യുറീമിക് സിൻഡ്രോം. എന്താണ് ഹീമോലൈറ്റിക് യുറീമിക് സിൻഡ്രോം? നമ്മുടെ ധമനികളുടെ അകത്ത് ഒരു കാരണവശാലും പ്ലേറ്റ്ലെറ്റ്സ് വന്ന് കട്ട പിടിക്കാൻ പാടില്ല. അങ്ങനെയാണ് നമ്മുടെ ശരീരം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ കിഡ്നിയുടെ ചെറിയ ധമനികളിൽ പ്ലേറ്റ്ലെറ്റ് വന്ന് കട്ട പിടിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ RBCs, രക്തത്തിലുള്ള RBCസും ലൈസ്ഡ് ആയി പോകുന്ന അല്ലെങ്കിൽ നശിഞ്ഞു പോകുന്ന ഒരു കണ്ടീഷനെയും അത് കിഡ്നിയിലേക്കുള്ള രക്തോട്ടം കുറയ്ക്കുകയും അങ്ങനെ വരുന്ന ഒരു കോംപ്ലിക്കേഷനാണ് ഹീമോലൈറ്റിക് യുറീമിക് സിൻഡ്രോം.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഇൻക്യുബേഷൻ പീരിയഡ് വളരെ ചെറുതാണ്. 2 ദിവസം മാത്രമാണ് അതിൻ്റെ ഇൻക്യുബേഷൻ പീരിയഡ്. ഈ ഹോസ്റ്റലുകളിലും മെസ്സിലും അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ചേർന്ന് താമസിക്കുന്ന സ്ഥലത്ത് ഇൻഫെക്ഷൻ വേഴ്സൺ ആവാൻ സാധ്യതയുള്ളതുകൊണ്ടും പെട്ടെന്ന് പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കാം? ഒന്ന്, ഹാൻഡ് ഹൈജീൻ. സ്ഥിരം പറയാറുള്ളത് പോലെ നമ്മൾ ടോയ്ലറ്റ് പോയതിന് ശേഷവും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും കൈ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായിട്ട് കഴുകുക. വിശ്വസ്ത സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രം ഭക്ഷണവും വെള്ളവും ഉപയോഗിക്കുക. കഴിവതും വീട്ടിൽ നിന്ന് തന്നെയുള്ള തിളപ്പിച്ചാറ്റിയ വെള്ളവും ഭക്ഷണവും ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഷിഗല്ലയുടെ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ശരീരത്തിൽ നിന്ന് വെള്ളത്തിൻ്റെ അളവ് കുറയുകയും ടോക്സിൻസ് കാരണമുള്ള കോംപ്ലിക്കേഷൻസ്, ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസസും ഇതെല്ലാം വരാൻ സാധ്യത ഉള്ളത് കൊണ്ടും അത് വളരെ പെട്ടെന്ന് കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നത് കൊണ്ടും നമ്മൾ സാധാരണഗതിയിൽ ഈ ഒരു ഫാർമസിയിൽ നിന്ന് വയറിളക്കത്തിനുള്ള മരുന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ, ഷിഗല്ലോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ വളരെ പെട്ടെന്ന് മോശമാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു ഡോക്ടറിനെ കണ്ടാൽ മാത്രം അസസ് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ, വോളിയം സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഈ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസസ് കാരണം വരുന്ന ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ്, പിന്നെ അതേപോലെ ടോക്സിൻ ഇൻഡ്യൂസ്ഡ് കോംപ്ലിക്കേഷൻസ്, ഇതിനെല്ലാം പെട്ടെന്ന് കണ്ട് അതിനനുസരിച്ചുള്ള പ്രതിവിധി ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മഴക്കാലത്ത് എന്തെങ്കിലും രീതിയിൽ നമുക്ക് ഇതുപോലത്തെ സിംറ്റംസ്, ദാറ്റ് ഇസ് മലത്തിൽ കഫമോ രക്തമോ വളരെ ശക്തമായിട്ടുള്ള പനി കണ്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും മടിക്കാതെ ഹോസ്പിറ്റലിൽ തന്നെ രോഗിയെ കൊണ്ടുപോകണം. ഇതിൻ്റെ ഒരു സ്പ്രെഡ് കോവിഡിൽ നമ്മൾ സാധാരണ പറയുന്നത് എയർബോൺ അല്ലെങ്കിൽ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ, ദാറ്റ് ഇസ് ഒരാൾ ചുമയ്ക്കുകയോ അല്ലെങ്കിൽ സ്നീസ് ചെയ്യുകയോ ചെയ്യുമ്പോൾ ആ എയറിൽ നിന്നുള്ള ഡ്രോപ്ലെറ്റ് ഇൻഹെയിൽ ചെയ്യുമ്പോൾ വരുന്നൊരു ഇൻഫെക്ഷനാണ് ഇൻഫ്ലുവൻസ, കോവിഡ് അതുപോലത്തെയൊക്കെ ഉള്ളത്. ഇതിൻ്റെ മോഡ് ഓഫ് സ്പ്രെഡ് തികച്ചും ഡിഫറെൻ്റ് ആണ്, ക്ലിനിക്കൽ പ്രസൻറ്റേഷൻ ഡിഫറെൻ്റ് ആണ്. പക്ഷേ നമ്മൾ സിംറ്റംസ് കാണുന്ന ഉടനെ ആശുപത്രിയിൽ പോയി ഒരു ഡോക്ടറുടെ സേവനം ലഭിച്ചാൽ ഇത് കോംപ്ലിക്കേഷൻസിലേക്ക് പോവാണ്ട് നമുക്ക് നോക്കാം.